ഹലോ എവ്രി വൺ, വെൽക്കം ടു സാമാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു നാടൻ കറിയുടേതാണ്. ഈ കറി ഉണ്ടാക്കുവാൻ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ കറി ഉണ്ടാക്കുവാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയാണ്. ഇത് ചെത്തി ഇതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കി ഞാനൊരു ചട്ടിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു 3 പച്ചമുളക് കീറിയതും ഉപ്പും കൂടെ ചേർത്ത് ഏകദേശം ഒരു 1/2 കപ്പിൽ കൂടുതൽ വെള്ളമൊഴിച്ച് നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം. ഇത് വേകാൻ അധികം സമയമൊന്നും എടുക്കില്ല, എങ്കിലും നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ഇതിൽ അരപ്പ് ചേർക്കാവൂ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ ജീരകവും 2-3 വെളുത്തുള്ളിയുടെ അരിയും ഒരു 1/2 കപ്പിൽ കൂടുതൽ തേങ്ങയും കൂടെ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറി നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട് കഷ്ണങ്ങൾ. ഇതിൽ നിന്ന് നമ്മൾ കീറിയിട്ട മുളക് മാറ്റിയതിന് ശേഷം കുറച്ച് കഷ്ണങ്ങൾ ആ അരപ്പിൽ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ഈ അരപ്പിലേക്ക് ഞാൻ ഇടുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കറിയിലിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ആ ജാറിലൊഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അധികം നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. ആദ്യം നമ്മൾ ഉപ്പിട്ടിരുന്നല്ലോ, ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തൈര് ഒന്ന് ഉടച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. അതിനായിട്ടൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും ഒരു 2-3 വറ്റൻമുളകും കൂടി ഒന്ന് ആദ്യം മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഇതൊന്ന് മൂത്തതിന് ശേഷം ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കരുത്. ഇനി ഇത് നല്ലതായിട്ട് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തുറന്ന് യൂസ് ചെയ്യാവൂ. അപ്പോൾ നമ്മളുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.